ഹായ് ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഈ ചെയ്യുന്നത്. അതും സൂപ്പറായിട്ടുള്ളൊരു വർക്കാണ്. ഗണപതിയാണ് ചെയ്യുന്നത്. ഗണപതി അതും വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ ഗണപതിയുടെ ജെ പോലെ നമ്മൾ വരച്ച് ഫേസും ആ ഒരു ചെവിയും മാത്രമേ ചെയ്യുന്നുള്ളൂ. വെറും സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ലൈനാണ്. ആർക്ക് വേണമെങ്കിലും അത് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തെടുത്ത് നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിലാണ് വളരെ ഒരു ഭംഗിയായിട്ട് എടുക്കുന്നത്. ഞാൻ മനസ്സിൽ കൊട്ടാരക്കര ഗണപതിയാണ് മനസ്സിൽ വിചാരിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദേവനാണ് ഗണേശൻ. അപ്പം അതാണ് ഞാൻ ഈ ചെയ്യുന്നത്. വളരെ കണ്ടില്ല, സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻസാണ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അത് നമുക്കിപ്പോൾ ഈ ഗണപതിയുടെ ഫേസ് മാത്രമല്ല, നമുക്കവിടെ ഒരു എന്ത് തന്നെ ആയാലും, ഇപ്പം ഗണേശനെ തന്നെ വേണമെന്നില്ല, ഒരു ലോട്ടസ് ആയാലോ, ഫ്ലവേഴ്സ് ആയാലോ, അതുപോലെ തന്നെ ഏതെങ്കിലും ബേർഡ്സ് ആയാലോ, ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ പീക്കോക്കോ എന്ത് തന്നെ ആയാലും ഇതുപോലെ നമ്മൾ ഒരു ഔട്ട്ലൈൻ ഇട്ട് നമുക്കതിൽ ഈ ഒരു മിറർ വർക്ക് എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. ആ കളർ ചേഞ്ച് ചെയ്ത് നമുക്കത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഭാവന അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാനുള്ള പല വർക്കുകളും നമുക്ക് ഒരെണ്ണം കണ്ട് എന്നാൽ അതിൽ ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം തന്നെ. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസങ്ങളും അതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓരോ ഔട്ട്ലൈനും വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ക്ഷമയോടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വാൾ ഹാങ്ങിങ്സുകൾ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ തന്നെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്താൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും വളരെ മനോഹരമായിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഓരോ വർക്കുകളും. എനിക്ക് തോന്നുന്നു അതിലപ്പുറമായിരിക്കും നമ്മൾ ഈ ചെയ്തെടുക്കുന്നത്. കാരണം അതിൻ്റേതായൊരു സന്തോഷവും നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ സന്തോഷം നമ്മളിൽ ഉണ്ടാവുന്നുള്ളത് ഞാനത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു സംതൃപ്തിയും സന്തോഷവും ഞാനത് ആസ്വദിക്കാറുണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻസ് ആദ്യമേ പെൻസിൽ വെച്ച് ചെയ്തു നോക്കി, അതിന് ശേഷമാണ് ആ ഔട്ട്ലൈൻ ഞാൻ ഒരു സ്കെച്ച് ഉപയോഗിച്ച് ചെയ്തു നോക്കിയത്. ഇപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് ട്രേസ് ചെയ്തും എടുക്കാം. ട്രേസിങ് പേപ്പറും കിട്ടും, ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് അത് ട്രേസ് എടുക്കാനും പറ്റും. ഇനി ഇതിൽ കളറാണ്, ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്താണ് ആ ഒരു മിറർ വർക്കിന് വേണ്ടിയിട്ട്. അതിൽ മിറർ ഒട്ടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കളറിങ് ചെയ്യുന്നത്. ആദ്യമേ ഞാനിവിടെ റെഡ് കളറാണ് ചെയ്യുന്നത്. റെഡ് കളർ വളരെ നമ്മൾ ഓരോ കളറിങ് ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ ലൈൻസുകളും ഉണ്ടല്ലോ, അത് ആ ലൈൻസുകൾ മാറാതെ വളരെ ശ്രദ്ധിച്ച് സസൂക്ഷ്മം ചെയ്യേണ്ടതാണ് ഈ കളറിങ് എന്ന് പറയുന്നത്. ഔട്ട്ലൈനിന് അകത്ത് നിർത്തത്തക്ക വിധത്തിൽ നമ്മുടെ ആ ഒരു ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഔട്ട്ലൈനിൻ്റെ അകത്ത് ആ കളറിങ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഏത് കളറിങ് തന്നെ ആയാലും നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാം. എത്രത്തോളം പേഷ്യൻസ് ഉണ്ടോ അത്രത്തോളം നമ്മുടെ ആ ഒരു ഡ്രോയിങ്ങിൽ ആയാലും ക്രാഫ്റ്റ് വർക്കിലായാലും അത് അത്രയും എഫക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ അത്രയും ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാനും പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കത് ആ ഒരു പേഷ്യൻസ് നമുക്ക് പഠിക്കാനും പറ്റും ഈ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും. അതാണ് ഇതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയാണത്. ഏത് ക്രാഫ്റ്റ് വർക്കായാലും നമുക്ക് അതാണ് എല്ലാ കുട്ടികളിലും ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട വർക്കുകളാണ്. കാരണം അവർ ഒരുപാട് ശ്രദ്ധ അതിൽ വരത്തക്ക വിധത്തിലാണെങ്കിൽ അവർ ഇതുപോലെ ചെയ്താൽ അതിന് ആ ഒരു കളറിങ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിലൊരു സന്തോഷവും തോന്നും. അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹവും അതിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികളെ കൊണ്ടും എല്ലാവരും അത് വരയ്ക്കാൻ അറിയണമെന്നില്ല. വരയ്ക്കാൻ കഴിയുന്നവരുമുണ്ട്, ഇത് നോക്കി മനസ്സിലാക്കി വരയ്ക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ആ ശ്രമിക്കുന്നവരായിരിക്കും ഒട്ടുമുക്കാലും ഏറ്റവും ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുന്ന കുട്ടികളെന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും കൊണ്ട് ചെയ്യുന്ന എനിക്ക് തന്നെ എന്തുമാത്രം ഒരു മോട്ടിവേഷനാണ്. ഞാനിത് ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് വീണ്ടും ഒരുപാട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമാണ്. ഇതുപോലെ ഇപ്പം 3 കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്: റെഡ്, യെല്ലോ, ഓറഞ്ച്.
ആ, അത് ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഡിഫറെൻറ്റ് കളറായിട്ട് നമ്മളത് സെലക്ട് ചെയ്തെടുത്ത് അത് നീറ്റായിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ട് ആ ഔട്ട്ലൈൻ്റെ അകത്ത് വരത്തക്ക വിധത്തിൽ കളറിങ് ചെയ്ത്, ഇതിപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഒരു ബൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. വലിയ ബൈൻഡാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബൈൻഡാണെങ്കിൽ നമുക്കത് റൗണ്ട് ഷേപ്പായി കട്ട് ചെയ്ത്, പിങ്ക് കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറ്. പിങ്കിൽ കൊണ്ടുവന്ന് ലാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്കത് എത്ര ദൂരം. ഇനി ഞാൻ ആ കളർ ഗണപതിക്ക് ചെയ്യുന്ന കളറെന്ന് വെച്ചാൽ അത് ബ്ലാക്ക് കളറാണ്. ഞാൻ കൊട്ടാരക്കര പോയപ്പോഴും ഭഗവാന് ഒരു പ്രാവശ്യം ചെയ്ത ആ മുമ്പത്തെ ആ ഒരു വിഗ്രഹത്തിൽ നിന്നും ആ സ്വർണത്തിൻ്റെ ആ കിരീടവും എല്ലാം വെച്ച് അതേപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ അതേപോലെ അത്രത്തോളം ആയില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളമെങ്കിലും റെഡിയാക്കി എടുക്കണമെന്ന് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗ്ലിറ്റേർഡ് ഡെക്കറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ വൈറ്റ് യൂസ് ചെയ്ത് ഇപ്പം വൈറ്റ് ഇട്ട് ഞാൻ ഒരു ഔട്ട്ലൈൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ല എടുപ്പോടുകൂടി കിട്ടും. ആ ഒരു ഔട്ട്ലൈൻ ചെയ്യുമ്പം കണ്ടില്ലേ നല്ലൊരു എഫക്റ്റീവ് നല്ലൊരു എടുപ്പ്, നല്ല എഫക്റ്റഡായിട്ട് ഇവിടെ കുറച്ച് ദൂരം വെച്ചാലും നമുക്കത് എടുത്ത് കാണത്തക്ക രീതിയിൽ ആ ഒരു ഔട്ട്ലൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്തോറും അത് നമ്മുടെ കൈ വഴങ്ങി തന്നെ വരും. ഒന്നോ രണ്ടോ ലൈനുകൾ അതിട്ട് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒറ്റ ഔട്ട്ലൈനിൽ തന്നെ നമുക്കത് വരച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ആണ് എല്ലാ ആർട്ട് വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാവർക്കും എല്ലാം നമുക്ക് ഇതുപോലെ ആർട്ട് വർക്കുകൾ അറിയണമെന്നില്ല, പക്ഷേ അത് നമ്മൾ ചെയ്യുന്തോറും നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരുവും, നമ്മൾ തന്നെയാണ് നമ്മൾ സ്റ്റുഡൻറ്റും, എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ അത് ചെയ്യുന്തോറും നമുക്ക് അത്രയും പ്രാക്ടീസ് നമുക്ക് കിട്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ ഇട്ടപ്പം ആ ബ്ലാക്കിന് കുറച്ചും കൂടി ഒരു എടുപ്പ്, അതായത് ഒരു 3D എഫെക്ഷനായിട്ട് തന്നെ നമുക്ക് തോന്നില്ല അത് എടുത്ത് വയ്ക്കുമ്പം. കുറച്ചും കൂടി വലിയൊരു കാർഡ്ബോർഡ് ആണെങ്കിൽ അത്രത്തോളം ഭംഗിയായിരിക്കും. ഇതൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ഔട്ട്ലൈൻ ഇട്ട് കറക്റ്റിൽ നല്ല ഭംഗിയോടുകൂടി. അപ്പോൾ എത്രയും ദൂരം ആ ബ്ലാക്കിന് നല്ലൊരു എടുപ്പ് കിട്ടി അതിലൊരു വൈറ്റ് ഔട്ട്ലൈൻ ഇട്ടപ്പോഴേക്കും അത്രയും മോൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ അവൻ അതിൽ ഇടപെടാറുള്ളൂ, അല്ലെങ്കിൽ അവനൊന്ന് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവന് കളറിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ ചെറിയ ലൈൻസുകളൊക്കെ ഇടാറുണ്ട്. ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് എൻ്റെ ഓൾറെഡി ഉള്ളതാണ്. ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസും മറ്റുള്ള അതെല്ലാം ചെയ്തതിൻ്റെ ബാലൻസ് ഒക്കെയാണിത്. അതെല്ലാം വെച്ച് ഞാൻ മറ്റൊരു പുതിയ ഐറ്റംസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരെണ്ണം പോലും ഞാൻ വേസ്റ്റാക്കി കളയാറില്ല. ഇനി അതിലോട്ട് ഞാൻ മിറർ വർക്കാണ് ചെയ്യുന്നത്. മിററിൻ്റെ എന്ന് വെച്ചാൽ പല ഷേപ്പുകളും അതിലുണ്ട്. ആണല്ലേ, ഡയമണ്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അതുപോലെ തന്നെ ഇതളിൻ്റെ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. അപ്പം ഇതെല്ലാം ഒരുപാട് നമ്മൾ വാങ്ങി പല സെറ്റിനായിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനെല്ലാം ഡെക്കറേറ്റ്. ഇതിൽ വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് മോളുടെ ഒരു ചെയിനാണ്, ഉപയോഗിച്ചിട്ടിട്ടൊരു ചെയിനായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പം കിരീടത്തിന് അതൊരു ഇയർ റിങ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ അഡീഷണലായിട്ട് നമ്മളതിൽ എന്തെല്ലാം ഓർണമെൻറ്റ്സിൻ്റെ ആയാലും ഇയർ റിങ്സിൻ്റെ ആയാലും എല്ലാം അതിൽ ഒട്ടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക എഫക്റ്റ് തന്നെ അതിന് കിട്ടും. അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് മുൻപേ ഞാൻ ഇതുപോലെ ഒരു കൃഷ്ണനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അതാണ്. അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ മോളുടെ ഒരുപാട് കണ്ടില്ല, ഓരോ കവറുകളിലാക്കി ഞാൻ സെറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട്. അത് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ലൊരു ആ റെഡ് ആ ഒരു ഗോൾഡൻ കളറോടുകൂടി ഒരു ടച്ചും കിട്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. അതുപോലെ ഉണ്ടല്ല, ആ വൈറ്റ് ഇട്ടെടുത്ത് ഞാനവിടെ ചെറിയ ഗോൾഡൻ സീക്വൻസാണ് ഒട്ടിച്ചിരിക്കുന്നത്. സീക്വൻസ് ഒരു പ്രത്യേക തരം സീക്വൻസ് ആയിരുന്നു. അതിൽ ഡിഫറെൻറ്റ് ഷെയ്ഡോടുകൂടിയുള്ളതാണ് ഈ സീക്വൻസ്. അത് നമുക്ക് പ്രത്യേകം തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ സിൽവറും കിട്ടും, ഇതിപ്പം ഗോൾഡൻ കളറാണ്.
കണ്ടില്ലേ, നല്ല ആ ഒരു നമ്മൾ ആ ഒരു കളറിങ്ങിനെയും കഴിയും എഫക്റ്റീവ് ആ കളറിൻ്റെ കൂടെ തന്നെ അത് ഒട്ടിച്ചും കൂടി എടുത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ഒരു ഭംഗിയായി എടുത്ത് അതിലൊരുപാട് നമ്മളത് ചെയ്ത് കഴിയുമ്പം എത്രത്തോളം അത് ഭംഗിയാക്കി എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ ഉൾക്കൊള്ളുന്നത്. കാരണം എല്ലാം കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മനോഹരമായുള്ളൊരു വാൾ ഹാങ്ങിങ് ആയിട്ടും നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ശ്രമിച്ച് നോക്കാവുന്നതേ ഉള്ളൂ.